ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോൾഡ് ആയതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് മാറ്റമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഹോൾട്ടർ നെക്ക് ഫ്രോക്കിന് കൊടുക്കുന്ന മെഷർമെൻറ്റ്സും അതിൻ്റെ കട്ടിങ് വീഡിയോ ആയിരുന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോർജറ്റാണ് യോക്ക് പോർഷനിലെ മെയിൻ ഫാബ്രിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ നിങ്ങൾ ഇനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ച യോക്ക് പോർഷൻ്റെ ആ ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സീം അലവൻസസും നമ്മൾ വർക്ക് ചെയ്യേണ്ട ഭാഗമൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ നെക്ക് പോർഷനിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ബോഡി പാർട്ടിൽ ഞാൻ കുറച്ച് സ്റ്റോൺസ് മാത്രം അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ട്രേസിംഗ് വീൽ യൂസ് ചെയ്ത് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ ചോക്ക് വെച്ചത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ സീം അലവൻസസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒരു ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യുക. ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഫ്രെയിമാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഈ നെക്കിന് ചുറ്റുമാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ വർക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഫിക്സ് ചെയ്താൽ മതിയായിരിക്കും. സോ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റ് ഫിനിഷുള്ള ഗോൾഡൻ്റെ ചെറിയ ബീഡ്സും പിന്നെ അതിൻ്റെ തന്നെ ചെറിയ 2 ബീഡ്സും പിന്നെ ഗോൾഡൻ കളറിലുള്ള കുന്തൻ സ്റ്റോൺസും ആണ്. അപ്പം നമ്മൾ ഈ റൗണ്ട് ബീഡ്സാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആ നെക്കിന് ചുറ്റും. അതാ അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ റൗണ്ട് ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ 2 ബീഡ്സ് ആണ് പ്ലേസ് ചെയ്യുന്നത്. 2 ബീഡ്സ് ഞാനിവിടെ ഒരു ഡയഗണലി ആണ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ബീഡ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ സ്പേസ് ഇട്ടാണ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ സ്പേസിങ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ പാരലലി എല്ലാം അലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ബീഡ്സ് കംപ്ലീറ്റ് ആയി വച്ചതിന് ശേഷം ഇനി ബോഡിയിൽ കുന്തൻ സ്റ്റോൺസ് അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ക് എടുത്ത് ഓരോ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് കുന്തൻ സ്റ്റോൺസ് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ഗ്ലൂ ചൂസ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റിലും ഒത്തിരി ഫാബ്രിക് ഗ്ലൂസ് ഒത്തിരി കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.